നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ചാടി, മരുന്ന് കഴിക്ക്. എഴുന്നേക്ക് മഞ്ചാടി. ഇതാ കഴിക്ക്. അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്റെ മെഡിസിൻ ഒന്നുമില്ല. ജംഗ്ഷനിൽ പോയിട്ടാ വാങ്ങിച്ചത്. ജീവൻരാജിന്റെ അച്ഛനും അമ്മയും വന്ന കാര്യം ചേച്ചിമാര് പറഞ്ഞു. അവൻ നിന്നെ ഒരിക്കലും ചതിച്ചവനാ. ദൈവം വന്ന് പറഞ്ഞാലും ഇനി നീ അവനെ വിശ്വസിക്കരുത്. അവന് വേണ്ടി അവന്റെ അച്ഛനും അമ്മയും ഏത് വേഷം കെട്ടും മോളെ. പ്രത്യേകിച്ച് ആൺമക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ഏതറ്റം വരെയും പോവും. അവരെ വിശ്വസിച്ച് നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായ അതോടെ നമ്മുടെ ജീവിതം തീർന്നു എന്ന് കരുതിയാ മതി. അവനൊരാൺകുട്ടിയല്ലേ. ചെറിയ ചെറിയ ചില തെറ്റുകളൊക്കെ കണ്ടില്ലാന്ന് വെക്കണമെന്ന് അച്ഛനും അമ്മയും നമ്മൾ ഉപദേശിക്കുമ്പോ അതിന്റെ മറവിൽ അവൻ വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും. അപ്പോഴും അവന്റെ വീട്ടുകാർ അവന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവനൊക്കെ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കിടക്കട്ടെ മോളെ. അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുത്തനോടും ഒരു അനുകമ്പയും കാണിക്കേണ്ട കാര്യമില്ല. ഇതും ഇതിനപ്പുറം ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ അവര് വന്ന് പോയതിനു ശേഷം മഞ്ചാടി ഒരു അക്ഷരം ഞങ്ങളോട് ഉരിയാടിയിട്ടില്ല. എന്താ ഇവളുടെ മനസ്സിലെന്ന് ആർക്കറിയാം? അവരിവിടെ വരുമെന്ന് മഞ്ചാടി മോളെ തീരെ പ്രതീക്ഷിച്ചതല്ലോ. അതിന്റെ ഒരു ഷോക്ക് അവൾക്ക് എന്തായാലും കാണും. എന്ന് വെച്ച് ജീവൻരാജിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് അവളെ കാണിക്കുമെന്ന് ആരും കരുതണ്ട. അല്ല മോളെ? കണ്ടില്ലേ, ഇവക്കിപ്പോ രണ്ട് മനസ്സാ. മഞ്ചാടിയെ കാണണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചത് ഇവൾ അവരെ കാണാൻ തയ്യാറാകില്ലെന്ന് വിചാരിച്ചിട്ടാ. എടി, നിന്നെ ചതിച്ച് നാണം കെടുത്തി ആത്മഹത്യയുടെ വക്കിലെത്തിച്ചവന്റെ അമ്മയുടെ അച്ഛന്റെ സങ്കടം കേൾക്കാൻ നീ തയ്യാറായപ്പോ തോറ്റുപോയതേ നമ്മുടെ അച്ഛനും ഞങ്ങളൊക്കെയാ. മതി ചേച്ചി, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം മഞ്ചാടി എല്ലാം ക്ഷമിച്ചോളാന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. ഏത് വിഷയത്തിലും ഇരയാക്കപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവരെ പോലെ അവർക്ക് ഒരിക്കലും ഒറ്റ വാക്കിലൊരു തീരുമാനം പറയാൻ പറ്റില്ല. അതെ ചേച്ചി, മഞ്ചാടി ആലോചിച്ചൊരു തീരുമാനം പറയാതിരിക്കില്ല. ഇനി മനസാക്ഷിയുടെ പേരില് ഇവള് ക്ഷമിക്കാൻ തയ്യാറായാൽ പോലും ജീവൻരാജ് ചെയ്ത തെറ്റിൽ നിന്ന് അവന് തലയൂരി പോരാൻ പറ്റുമൊന്നുമില്ല. അവനും അവന്റെ കൂട്ടാളികൾക്കും തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും. നീ നിന്റെ പരാതിയിൽ ഉറച്ചു നിന്നാ മാത്രമേ അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. ഈ കേസിൽ അവൻ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ ഇതിലും വലിയ കുറ്റങ്ങൾ അവൻ ചെയ്യും. എനിക്കറിയാം ചേച്ചി, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാ എൻ്റെ നിലപാട്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇരയാകപ്പെട്ട ഒരു പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. താമസിയാതെ നമ്മുടെ അച്ഛനോട് ഞാൻ തീരുമാനം പറഞ്ഞോളാം. അതുപോലെ